നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ബിജി മാത്യു. പ്രധാന വാർത്തകൾ. പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് വിഷൻ 2025 ലക്ഷ്യമിടുന്നതെന്ന് കെ ശൈലജ MLA. മണ്ഡലത്തിൽ 3 വർഷത്തിനിടെ പൊതുമരാമത്ത് മേഖലയിൽ 60 കോടിയുടെ വികസന പ്രവൃത്തി നടപ്പാക്കിയെന്നും MLA. വയത്തൂർ കാലിയാർ ശിവക്ഷേത്ര ഊട്ട് മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാവും. ശ്രീകണ്ഠപുരം കോട്ടൂരിൽ പേപ്പെട്ടി ശല്യം രൂക്ഷം. പേയിളിയെ പശുവിനെയും കിടാവിനെയും കൊന്നു. സമീപവാസികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. വാർത്തകൾ വിശദമായി. പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് വിഷൻ 2025 ലക്ഷ്യമിടുന്നതെന്ന് കെ ശൈലജ MLA പറഞ്ഞു. ന്യൂസ് ടൈമിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ 3 വർഷത്തിനിടെ മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് 60 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായും MLA പറഞ്ഞു. 2025 ഇപ്പൊ നമുക്ക് നമ്മുടെ സാധ്യതകളൊക്കെ ഉണ്ട്, പരിമിതികളും ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന് വെച്ചാൽ കടപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റുകളാണ് പലതും. കേരളവും വ്യത്യസ്തമൊന്നുമല്ല. അതിന്റെ പരിമിതിയിൽ ഒതുങ്ങിക്കൊണ്ട് മറ്റു സോഴ്സുകളെല്ലാം വെച്ചുകൊണ്ട് സാധിക്കുന്നത്ര ചെയ്യുക. അപ്പോ വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വികസനം ഉണ്ടാവുന്നൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ ഈ 2025 ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഉണ്ടാക്കുമെന്നൊന്നും പറയാൻ ഞാനാളല്ല, നമ്മളാരും ആളല്ല. അപ്പോ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ ഉണ്ടായിരുന്ന പേരാവൂരായിരിക്കില്ല ഈ വികസന രേഖയെല്ലാം പ്രിപ്പയർ ചെയ്ത്. ഇപ്പൊ തന്നെ പേരാവൂര് നല്ല വികസനത്തിന്റെ കെട്ടഴിഞ്ഞു വന്നിട്ടുണ്ട്. ഉളിക്കൽ വയത്തൂർ കാലിയാർ ശിവക്ഷേത്ര ഊട്ട് മഹോത്സവം ബുധനാഴ്ച ആരംഭിക്കും. 26 അരി അളവോടുകൂടി തുടങ്ങുന്ന ഉത്സവം 12 നാൾ നീണ്ടു നിൽക്കും. ഉത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച 26 അരി അളവോടുകൂടി ഉത്സവം ആരംഭിക്കും. 14 രാവിലെ 6:30 മുതൽ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രന്റെ നേതൃത്വത്തിൽ ഉദയാസ്തമയ സംഗീതാർച്ചന നടക്കും. ഡോക്ടർ MB ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്യും. 15-ന് ഊട്ടുകാഴ്ച, 16 മുതൽ 19 വരെ പ്രഭാഷണം, ഭജന, 20-ന് താവം ഗ്രാമവേദിയുടെ നാട്ടറിവ് പാട്ട്, 22-ന് വലിയ അത്താഴ അരി അളവ്, 23-ന് വൈകിട്ട് 6:30-ന് സാംസ്കാരിക സമ്മേളനം നടക്കും. 14-ാം തീയതി മകരസംക്രമ ദിവസം പ്രസിദ്ധ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ രാവിലെ 6:30 മുതൽ ആരംഭിക്കുന്ന ഉദയാസ്തമന സംഗീതാർച്ചനയോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കും തുടക്കം കുറിക്കും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ഇപ്രാവശ്യം 1000 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വിപുലമായ പന്തല് അവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 24-ന് വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രത്തിലേക്ക് ഉളിക്കൽ SNDP ഗുരുമന്ദിരത്തിൽ നിന്നും വർണ്ണാഭമായ താലപ്പൊലി ഘോഷയാത്ര നടക്കും. 26-ന് ഉത്സവം സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് ബാബുരാജ് ഉളിക്കൽ, ചെയർമാൻ AR ദാമോദരൻ, KV ഷാജി, ബിനു പുതുച്ചേരി, MD ഷൺമുഖൻ എന്നിവർ പങ്കെടുത്തു. ശ്രീകണ്ഠാപുരം കോട്ടൂർ മേഖലയിൽ പേപ്പട്ടി ശല്യം രൂക്ഷമായി. പേപ്പട്ടിയുടെ കടിയേറ്റ് പേയിളിയെ പശുവിനെയും കിടാവിനെയും ചൊവ്വാഴ്ച കൊന്നു. പശുവിന്റെ പാൽ കുടിച്ച സമീപവാസികൾ അടക്കമുള്ളവർ പരിഭ്രാന്തിയിലായതിനെ തുടർന്ന് ഇവർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. കോട്ടൂർ മാവില കുഞ്ഞിരാമൻ നമ്പ്യാരുടെ വീട്ടിലെ കറവ പശുവിനെയും കിടാവിനെയുമാണ് പേയിളകിയതിനെ തുടർന്ന് കൊന്നത്. ഒരാഴ്ചയോളമായി പേവിഷബാധയുടെ ലക്ഷണം കാണിച്ചതിനെ തുടർന്ന് ഡോക്ടറെ അറിയിക്കുകയായിരുന്നു. പരിശോധനയിൽ പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പശുവിനെയും കിടാവിനെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊല്ലുകയായിരുന്നു. 15 ലിറ്ററോളം കറവയുള്ള പശുവാണ്. ഈ പാൽ ഉപയോഗിച്ചിരുന്ന സമീപവാസികളടക്കമുള്ളവർ പരിഭ്രാന്തിയിലായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഇവർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. തിളപ്പിച്ച പാൽ കുടിക്കുന്നത് വഴി രോഗം പടരാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഡോക്ടർ എബ്രഹാം ജോസഫ് പറഞ്ഞു. ഈ പശുവിന്റെ തന്നെ പാല് ഈ അടുത്ത അയൽവാസികൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട് സംഭവം. അപ്പോൾ അവർക്ക് തന്നെ ഒരു പേടിയുണ്ട്, ഇപ്പോൾ ആ പാല് ഉപയോഗിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ അങ്ങനെ പാല് നമ്മൾ വീടുകളിലെല്ലാവരും സാധാരണ തിളപ്പിച്ച് കാച്ചി കുടിക്കുന്നതുകൊണ്ട് സംഭവം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. സംഭവം ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ അതിന്റെ ഉള്ള വല്ല അണുക്കളുണ്ടെങ്കിൽ അത് തന്നെ അതിൽ തന്നെ നശിച്ചു പൊക്കോളും. കോട്ടൂർ മേഖലയിലെ പേപ്പട്ടി ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബശ്രീകളും നാട്ടുകാരും പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ലെന്ന് ആരോപണമുണ്ട്. പരാതി കൊടുത്തിട്ടും അതിന് പഞ്ചായത്തിന്റെ ഭരണസമിതിയോ ഇതുവരെ ഒരു നടപടി എടുത്തില്ല. എന്റെ സ്വന്തം പേരിൽ തന്നെ ഞാൻ 250 രൂപ കൊടുത്തിട്ട് വിഷം മേടിച്ചിട്ട് ഞാനൊരു 15ഓളം നായ്ക്കള നമ്മളെ സംഘം മുഖേന നമ്മൾ വ്യക്തി മുഖേന നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ പഞ്ചായത്തിന്റെ അനാസ്ഥ തന്നെയാണ്. പുലിയെ ഭയന്നു കഴിയുന്ന ആറളം വിയറ്റ്നാം കോളനിയിൽ 2 ആഴ്ചത്തേക്ക് ഫോറസ്റ്റ് ഗാർഡിനെ നിയമിച്ചു. കോളനി അതിർത്തിയിലെ വൈദ്യുതി വേലി പുനഃസ്ഥാപിക്കാനും തീരുമാനമായി. ചൊവ്വാഴ്ച കോളനി സന്ദർശിച്ച DFO റോയി P തോമസാണ് ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകിയത്.
വിലക്കയറ്റത്തിനും തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള മുസ്ലിം ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ ഇബ്രാഹിം മുണ്ടേരി, എം മജീദ്, PC നൂറുദ്ദീൻ, K മുഹമ്മദ് അലി, തറാൽ ഈസ എന്നിവർ സംസാരിച്ചു. ഈ ജാഥയിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യം തീവ്രവാദത്തിനും വർഗീയതയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ കടന്നുവരുന്നത്. കേളകം പഞ്ചായത്തിലെ ചെട്ടിയാമ്പറമ്പ്, പാറത്തോട് എന്നിവിടങ്ങളിൽ കൂലി വർധന ആവശ്യപ്പെട്ട് ചെങ്കൽ തൊഴിലാളികൾ നടത്തിയ സമരം പിൻവലിച്ചു. യൂണിയൻ നേതാക്കളും ഉടമകളുമായി നടന്ന ചർച്ചയിൽ കൂലി വർദ്ധിക്കാൻ ധാരണയായതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ചെങ്കല്ല് കയറ്റിയിറക്കുന്നതിന് സമീപ പ്രദേശങ്ങളിൽ 1 രൂപയും മറ്റു സ്ഥലങ്ങളിലേക്ക് 1.5 രൂപയുമായിരുന്നു നൽകിയിരുന്നത്. ഇത് യഥാക്രമം 1.5-2 രൂപയായി വർദ്ധിച്ചു. തൊഴിലാളി നേതാക്കളായ PK മോഹനൻ, MD അഗസ്റ്റിൻ, ഉടമകളെ പ്രതിനിധീകരിച്ച സണ്ണി കണിയാഞ്ഞാലി, തോമസ് കൊച്ചിത്തറ എന്നിവർ പങ്കെടുത്തു. ഒരു കല്ലിന് 1.5 രൂപ കയറ്റി ഇറക്ക് കൂലി 50% വർധനയോടുകൂടി വയനാട് മേഖലയിലേക്ക് 1.5 രൂപ 2 രൂപയായി. 2 മണിയോടുകൂടി പാറത്തോട്ടിൽ വെച്ച് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീർന്നിരിക്കുന്നു. വിഷൻ 2025 വികസന സെമിനാറിന്റെ ഭാഗമായി IT ശില്പശാല ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടന്ന ചർച്ചയ്ക്ക് പുറമെ ആ സെമിനാറിൽ വന്നു ചേരുന്ന പുതിയ പ്രതിനിധികളും ചേർന്നിട്ട് കുറച്ചുകൂടി ഇതിനെ പോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് അപ്പൊ തന്നെ അത് കമ്പ്യൂട്ടറിൽ അതിന്റെ കാര്യങ്ങൾ എൻട്രി ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വത്സനത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രകാശൻ, K രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. വിഷൻ 2025 വികസന സെമിനാറിന്റെ ഭാഗമായി വനിതാ ശിശുക്ഷേമ ശില്പശാല നടന്നു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റോസ ഉദ്ഘാടനം ചെയ്തു. വിവിധ തലങ്ങളിൽ മികവ് കാട്ടിയ മുഴുകുന്ന ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് M കണ്ണൻ അധ്യക്ഷത വഹിച്ചു. നാം കടന്നു വന്നിട്ടുള്ള വഴിത്താരകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുട്ടികൾ ശ്രമിച്ചു. അതൊരു ചരിത്രമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള ചരിത്ര ഗവേഷണ കൌൺസിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചരിത്രാന്വേഷണ യാത്രകൾ മത്സരത്തിലെ വിജയികൾ, ലിറ്റിൽ സയന്റിസ്റ്റ് സംസ്ഥാനതല ആകാശവാണി ക്വിസ് പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾ എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ചരിത്രാന്വേഷണ യാത്രകൾക്ക് വിവരങ്ങൾ പങ്കുവച്ച കാർന്നോന്മാരായ മുല്ലോളി കൃഷ്ണൻ, അബ്ദുൾ മുനീർ, KP നമ്പൂതിരിപ്പാട്, P കൃഷ്ണൻ നമ്പീശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലിറ്റിൽ സയന്റിസ്റ്റ് സർട്ടിഫിക്കറ്റ് വിതരണം MK ഗീതയും, വഴിവെട്ടം സർട്ടിഫിക്കറ്റ് വിതരണം K രാമചന്ദ്രനും നിർവഹിച്ചു. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനൂസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുനാൾ ആരംഭിച്ചു. വികാരി ഫാദർ വിൻസെന്റ് താമരശ്ശേരി കൊടിയേറ്റ് നടത്തി. കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ഈ മാസം 15 നടക്കും. പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജെയിംസ് ചെല്ലങ്കോട് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ അധികൃതർ പേരാവൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വാർഷികത്തോടനുബന്ധിച്ച് വിവിധ കമ്മിറ്റികൾ ഫോം ചെയ്തു. PTA-യുടെയും അധ്യാപക പ്രതിനിധികളുടെയും എല്ലാവരുടെയും കൂടെ സംയുക്തമായ മാനേജ്മെന്റിന്റെയൊക്കെ സംയുക്തമായ യോഗത്തിൽ വെച്ച് വിവിധ കമ്മിറ്റികൾ എടുത്തു. ഇരിട്ടി ഹൈസ്കൂൾ പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായി. വള്ളിത്തോട് സ്വദേശി അപ്പച്ചന്റെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് വിഷൻ 2025 ലക്ഷ്യമിടുന്നതെന്ന് KK ശൈലജ MLA. മണ്ഡലത്തിൽ 3 വർഷത്തിനിടെ പൊതുമരാമത്ത് മേഖലയിൽ 60 കോടിയുടെ വികസന പ്രവൃത്തി നടപ്പാക്കിയെന്നും MLA. വയത്തൂർ കാലിയാർ ശിവക്ഷേത്ര ഊട്ട് മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാവും. ശ്രീകണ്ഠപുരം കോട്ടൂരിൽ പേപ്പെട്ടി ശല്യം രൂക്ഷം. പേയിളിയെ പശുവിനെയും കിടാവിനെയും കൊന്നു. സമീപവാസികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.